അങ്ങനെ രാവിലെ ഒരു 5:30 മണിയോടുകൂടി നമ്മൾ ചീങ്ങേരി മല കാണാൻ വേണ്ടി പോവുകയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് മല കയറാൻ തുടങ്ങി. വേറെ കുറച്ച് പേരും കയറുന്നുണ്ടായിരുന്നു അവിടെ. അത്രയും മല കയറി അതിന് അതിൻ്റെ മണ്ടയിലൊക്കെ പോകണ്ടേന്ന് ഇവിടെ വരെ എത്തി. നമുക്ക് അവിടെ കൂടെ പോവാം. അമ്മ ഇപ്പം താഴെ പോയി. ആദ്യം കണ്ടൊരു ചെറിയ മലയുടെ മുകളിലാണ് കയറേണ്ടതെന്ന് വിചാരിച്ചാണ് പോകുന്നത്. റീനാമ്മയും ശ്രുതിയൊക്കെ പുറകെ വരുന്നുണ്ടായിരുന്നു. നോക്ക് അത്രയും കയറാണ്ടേ. മലയാണ് കയറേണ്ടതെന്നുള്ള ചിന്തയിൽ അങ്ങ് പോകുവാണ്. അത് അവിടെ എത്തി നിന്ന് നോക്കുമ്പോഴാണ് അടുത്ത ഒരു പുതിയ വേറൊരു മല കാണുന്നത്. ശ്രേയയുടെ ഫോട്ടോയൊക്കെ കുറേയൊക്കെ അവിടെ നിന്ന് എടുത്ത് ആ പുറകിൽ കാണുന്ന മലയാണ് കയറേണ്ടത്. ഞങ്ങൾ ആ താഴത്തുനിന്ന് ഈ കയറിലൂടെയാണ് കയറി ഇവിടെ വരെ എത്തിയത്. ഇനി അങ്ങ് മുകളിലേക്ക് പോകാനുള്ളതാണ്, അടുത്ത മലയിലേക്ക്. ഇടയ്ക്ക് കുറച്ച് നേരം വിശ്രമിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോയത്. ശ്രേയ ഓടിക്കയറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ പിന്നെ തിരിച്ച് ഞങ്ങളുടെ ഒപ്പം വരും. അങ്ങനെ മല കയറ്റം ഒരല്പം കടുപ്പമായിപ്പോയി അല്ലേ ശ്രേ? കുത്തനെയുള്ള മലയായതുകൊണ്ട് കയറി പിടിച്ച്. പക്ഷെ കൊളുക്കുമലയിൽ പോകുമ്പോൾ ട്രെക്കിംഗ് അല്ലേ ഇവിടെ. പക്ഷെ അങ്ങനെയല്ല, ഈ മല മുഴുവൻ നമ്മൾ കൊടി കെട്ടിരിക്കണ്ട ഇവിടെ വന്നിറങ്ങാം. അങ്ങനെ അവിടെ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ചീങ്ങേരി മല കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. കൊളുക്കുമലയ്ക്ക് ശേഷം നമ്മൾ ചീങ്ങേരി മല കീഴടക്കിയിരിക്കുന്നു. ചീങ്ങേരി മല ഇടനെറുകയിലെത്തിയിരിക്കുകയാണ്. ശ്രേയ അവിടെ നിന്നാ മതി. പോകണ്ട. സൺറൈസ് എന്നാലും പിന്നെ അവിടെ നിന്ന് ശ്രേയയുടെ ഫോട്ടോയും പിന്നെ റീലും ഒക്കെ ഞങ്ങൾ എടുത്തായിരുന്നു. നമുക്ക് ഉദയം മിസ്സായി പോയെങ്കിലും നമ്മുടെ ദൗത്യം വിജയീകരിച്ചിരിക്കുന്നു. നന്ദി നമസ്കാരം. അപ്പൊ സൂര്യന് നമസ്കാരം. ഇതാണ് ഞങ്ങളുടെ ഉദയം. ഇപ്പൊ നമ്മൾ ചിങ്ങേരിയുടെ മലയുടെ മുകളിൽ നിന്ന് കാണുന്നതാണ് ഇതിൽ. താഴെയൊക്കെ അപ്പൊ നമ്മള് ചിങ്ങേരിമല ഇറങ്ങാൻ പോവുകയാണ്. കയറിയതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത്രയും കുത്തനെ മലയിൽ ഫോൺ കൊണ്ട് കയറാൻ പാടായതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. ഇപ്പൊ അവിടെയായിരുന്നു ഞങ്ങളിപ്പോ പോയി. ഭയങ്കര പാടായിരിക്കും തോന്നുന്നു. പക്ഷെ നമുക്ക് പാടായിരിക്കും, അതുകൊണ്ട് ഇറങ്ങുന്നൊന്നും വീഡിയോ എടുക്കുന്നില്ല. ഞങ്ങൾ പതിയെ ഇറങ്ങട്ടെ. താഴെ വന്നിട്ട് കാണിച്ചു തരാം. ഇത് കണ്ട മല കണ്ട, നല്ല തണുപ്പുണ്ട് കേട്ടോ. അത്ര തണുപ്പില്ല, എന്തായാലും തണുപ്പുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. ഓടിട്ട് എന്ത് സംഭവം അവിടെ ആ മല കയറി, ഈ മല കയറി, ഈ മല കയറി ഇനി ഇറങ്ങുന്നതാണ് പാട്. ഞങ്ങൾ ഇപ്പൊ ഒരു ചെറിയൊരു ഭാഗം കഴിഞ്ഞു ഇറങ്ങിയെന്ന് വിചാരിച്ച 6-1 ഭാഗമായിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നു. ഇപ്പൊ ഒരു മലയുടെ പകുതി ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുന്ന 2 മല, പിന്നെ ഒരു പകുതി. അവരൊക്കെ ഇങ്ങോട്ട് കേറാൻ നിൽക്കുന്നവരാണ്. ഈ മല ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം ഇനി അത് കേറി ഇറങ്ങാൻ. എന്നിട്ട് അതിന്റെ അപ്പുറത്ത് വേണം നമ്മുടെ വണ്ടി കിടക്കാൻ. പക്ഷെ ഇതൊക്കെയാണ് വൈബ്. നമ്മൾ പിന്നെ എന്തിനാ ജീവിതം ആസ്വദിക്കണം. ഇറങ്ങണണ്ട അമ്മ ഇരുന്നിറങ്ങുന്നതാണ്. ഇങ്ങനെ ഇറങ്ങി ഇറങ്ങത്തുള്ളൂ. അതാണ് സേഫ്. നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഇറങ്ങാം. അതെ, കേറിയില്ലേ? ജോണിച്ചൻ ഇറങ്ങുന്നതാണ് കറക്റ്റ് രീതിയിൽ. അതെ, ഇവരിങ്ങനെ ഇറങ്ങും, ഇങ്ങനെ പിടിച്ചിറങ്ങും. വീഡിയോ കാണുമ്പോ കുറച്ച് കുത്തനെ തോന്നും, പക്ഷെ അത്ര ഇല്ല കേട്ടോ. സിമ്പിളാ. മുറുക്കി പിടിച്ചോ, ഒന്നും പറയണ്ട. മുറുക്കി പിടിച്ചോ. ഈ റോപ്പ് വഴി താഴത്തോട്ട് ഇറങ്ങുന്നത് കുറച്ച് കഠിനമായിരുന്നു. അതല്ല, നമ്മളിപ്പോ കയറിയതില്ല, അതിന്റെ ഏറ്റവും മുകളിലായിരുന്നേ. അവരിറങ്ങി വരുന്ന വഴി കൂടിയാണ് നമ്മൾ കയറി തൂങ്ങിയൊക്കെ ഇറങ്ങി വന്നത്. ഇവരൊക്കെ കയറണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുവാണ്. ഇനി നമുക്ക് ഇനിയും പോകണം. ഇനിയും കുറച്ചിവിടെ ഇറങ്ങാനുണ്ട്. ഈ മല കഴിഞ്ഞ് ഇതിന്റെ അപ്പുറത്ത് പോയെങ്കിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ കുറച്ച് നിരപ്പാണ്. ഇതങ്ങനെ ചെരുപ്പിടാതെ നടക്കുക. ചെരുപ്പ് ഇതേ തൂക്കിയിട്ടിട്ട് നല്ലപോലെ വിയർക്കുന്നുണ്ട്. കാറ്റുണ്ട്. അവിടെയാണ് നമുക്കിനി എത്തേണ്ടത്. വെള്ളം കൊടുത്തില്ല, തിരിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അവിടെയാണ് എത്താനുള്ളത്. നമ്മള് പകുതിയോളം ഇറങ്ങി കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ ഇറങ്ങിയാൽ കുറച്ചുകൂടി ഏറ്റവും വലിയ മല എന്തായാലും ഇറങ്ങി കഴിഞ്ഞു. നമുക്ക് വരുന്നുണ്ട് ഒരാൾ.
എന്നാലൊരു സൂത്രം കാണിച്ചു തരാം. എന്തുവാ? അവിടം വരെ എത്തിയാൽ മതി. അതെ, ഇനി വലിഞ്ഞു കയറ്റണമൊന്നും ഇല്ല. നമ്മൾ സാധാ ഇറങ്ങുന്നല്ലോ. ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് അത് ഇറങ്ങാം. ഇതുണ്ട, അവിടെ എത്തിയാൽ മതി. അമ്മയുടെ കൈ ഈ മല കയറി ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ച് ഇത്രയേ ഉള്ളെന്നേ. അത് കഴിഞ്ഞിട്ടാണ് ഇത് അപ്പുറത്ത് കാണുന്ന ആ മലയും കൂടി കയറേണ്ടി വന്നത്. ഇത് കണ്ടോ? ഏതോ അതിന് ഒരു മുള്ളയിൽ കയറി പിടിച്ചതാ. കണ്ടോ? വരുന്ന വഴിക്ക് ഒരു മുള്ളയിലാണ് കയറി പിടിച്ചത്. കൂടി നമ്മൾ പഠിക്കണം അല്ലേ? പതിയെ പതിയെ ഇറങ്ങും. ഞാൻ ചൂണ്ടിട്ടതാ, കറക്റ്റ് ആയിരുന്നു. അയ്യോ, ഇവിടെയാണോ നമ്മൾ കയറിയത്? ആ, ഇവിടെ കൊടി ഇരിപ്പുണ്ട്. കൊടി കണ്ട അത് തന്നെയല്ല, അവിടെയല്ലേ നമ്മൾ കയറി.